കെ.ബി. ഗണേഷ് കുമാർ എന്ന മന്ത്രി ഏത് വകുപ്പാണോ കൈകാര്യം ചെയ്തത് ആ വകുപ്പ് നല്ല രീതിയിൽ അദ്ദേഹം കൊണ്ടുപോയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. നല്ല ഭരണാധികാരി എന്ന നിലയിൽ പേരെടുത്ത വ്യക്തി തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാർ. എന്തൊക്കെ കുറവ് നമുക്ക് മറ്റു തരത്തിൽ പറയാനുണ്ട് എങ്കിലും ഒരു ഭരണാധികാരി എന്ന നിലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് കെ.ബി. ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഒന്നാം പിണറായി സർക്കാരിൽ അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. KSRTCയെ ഒരുവിധം കൈപിടിച്ച് ഉയർത്തി പ്രവർത്തന ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആധുനികവൽക്കരണം, പുതിയ ബസ്സുകൾ ഇറക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഇങ്ങനെ KSRTCയിൽ സമൂലമായ മാറ്റമാണ് കെ.ബി. ഗണേഷ് കുമാർ കൊണ്ടുവന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല എന്ന് മാത്രമല്ല MLA പോലുമല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റുപോയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം KSRTC മന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് കാവൽ മന്ത്രിസഭ തുടരുന്ന ഒരു ഘട്ടത്തിൽ എടുത്ത ഒരു സുപ്രധാന തീരുമാനമുണ്ട്. അതാണ് ഇപ്പോൾ UDFന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. UDF KSRTCയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെയും എത്ര സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത് എന്ന കണക്കില്ലായിരുന്നു. അതിൻ്റെ ആവശ്യവുമില്ല. അത്തരമൊരു കണക്കെടുപ്പ് KSRTC നടത്തിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ സൗജന്യയാത്ര പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ എത്ര സ്ത്രീകളാണ് പ്രതിദിനം KSRTCയിൽ യാത്ര ചെയ്യുന്നത് എന്ന ഒരു കണക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ആ കണക്കുണ്ടെങ്കിൽ മാത്രമേ എത്രയാണ് സ്ത്രീകൾ KSRTCക്ക് ടിക്കറ്റ് നിരക്കിൽ ഒരു ദിവസം നൽകുന്നത് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴൊരു കൊട്ടക്കണക്കാണുള്ളത്. ഇപ്പോഴത്തെ കണക്ക് 8 കോടി രൂപ വരെയാണ് പ്രതിദിന വരുമാനം KSRTCയുടെ. അതിൽ പകുതി സ്ത്രീകൾ ആണ് യാത്ര ചെയ്യുന്നത് എന്ന് വെച്ചാൽ പകുതിയിലധികം നൽകുന്നത് സ്ത്രീകളാണ് എന്ന് പറയാം. അപ്പോൾ ഒരു 4 കോടി രൂപ സ്ത്രീകൾ ടിക്കറ്റ് നിരക്കിൽ നൽകുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു മാസം 120 കോടിയോളം രൂപ ടിക്കറ്റ് നിരക്കിൽ സ്ത്രീകൾ KSRTCക്ക് നൽകുന്നുണ്ട്. ഇത് മുഴുവൻ സൗജന്യമാക്കിയാൽ സ്വാഭാവികമായും ആ പണം സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും, UDF സർക്കാർ നൽകേണ്ടി വരും KSRTCക്ക്. ഇപ്പോൾ തന്നെ KSRTCക്ക് സർക്കാർ 123 കോടി രൂപ പ്രതിമാസം നൽകുന്നുണ്ട്. 73 കോടി രൂപ പെൻഷൻ നൽകാനും ശമ്പളം നൽകാൻ 50 കോടി രൂപയും. അതിന് പുറമെയാണ് 120 കോടി രൂപ കൂടി നൽകേണ്ടി വരിക എന്ന് വെച്ചാൽ 243 കോടി രൂപ സംസ്ഥാന സർക്കാർ പ്രതിമാസം KSRTCക്ക് ഇന്നത്തെ നിലയിൽ നൽകേണ്ടി വരും. പ്രായോഗികമാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത്തരമൊരു കണക്കൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഒരു തുക, ഒരു 50 കോടി രൂപ പ്രതിമാസം നൽകിക്കൊണ്ട് ബാക്കി ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് KSRTCയോട് പറയുക എന്ന നിലപാടായിരിക്കും സംസ്ഥാന UDF സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ അത് വേണ്ട. ഇത്ര കോടി രൂപ സ്ത്രീകളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട് എന്ന കണക്ക് കൃത്യം സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെക്കുകയും ആ പണം നേടിയെടുക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ പണം നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും KSRTCക്ക് സർക്കാർ പണം നൽകുന്നില്ല എന്ന പ്രചാരണവും UDFന് തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ജെൻഡർ ടിക്കറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് KSRTC. എന്ന് വെച്ചാൽ പുരുഷന്മാരെത്ര സ്ത്രീകൾ എത്ര യാത്ര ചെയ്യുന്നു എന്നതാണ് ജെൻഡർ ടിക്കറ്റിംഗ്. ഒരു മാസം എത്ര സ്ത്രീകൾ യാത്ര ചെയ്തു, അവർക്ക് എത്ര രൂപയുടെ സൗജന്യ യാത്രയാണ് നൽകിയത് എന്ന കൃത്യം കണക്ക് അതോടുകൂടി പുറത്തു വരികയാണ്. അത് ഏറിയും കുറഞ്ഞും ഇരിക്കും. എന്നിരുന്നാൽ ഒരു സംശയം വേണ്ട, 100 കോടി രൂപയെങ്കിലും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ എത്ര രൂപയ്ക്കാണോ സ്ത്രീകൾ യാത്ര ചെയ്തിരിക്കുന്നത് ആ തുക സംസ്ഥാന സർക്കാർ നൽകേണ്ടി വരും KSRTCക്ക്. KSRTC നിന്ന് പോകാൻ, ഇന്നത്തെ നിലയിലെങ്കിലും മുന്നോട്ട് പോകാൻ അതിന് വഴിയൊരുക്കുകയാണ് ജെൻഡർ ടിക്കറ്റിങ്ങിലൂടെ ചെയ്തിരിക്കുന്നത്. എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നു, എത്ര പുരുഷന്മാർ യാത്ര ചെയ്യുന്നു എന്ന കണക്കിലൂടെ സ്വാഭാവികമായും കേരളത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന തീരുമാനം തന്നെയായിരിക്കും. ഏറ്റവും ജനക്ഷേമകരമായ പദ്ധതി എന്നൊക്കെയായിരിക്കും UDF പറയുക. ഇതാ പ്രഖ്യാപിച്ചു, നടപ്പാക്കി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും വലിയ തോതിൽ. പക്ഷേ എങ്ങനെ നടപ്പാക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. നീട്ടിക്കൊണ്ടുപോയാലും UDFന് അത് തിരിച്ചടിയാണ്. നടപ്പാക്കിയില്ലെങ്കിൽ അതിനേക്കാളും വലിയ തിരിച്ചടിയാണ്. എത്ര വേണമെങ്കിലും സൗജന്യ യാത്ര നൽകാൻ KSRTC തയ്യാറാണ്. പക്ഷേ യാത്ര ചെയ്യുന്നവരുടെ കണക്ക് കൃത്യമുണ്ട്. എല്ലാ മാസവും ആ കണക്ക് സർക്കാർ സമർപ്പിക്കും. സർക്കാർ ആ തുക KSRTCക്ക് നൽകണം. ഇതാണ് KSRTCയുടെ നിലപാട്. അത് KSRTCയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നവും കൂടിയാണ് എന്നതുകൊണ്ട് അതിൽ നിന്ന് KSRTCക്ക് പിന്നോട്ട് പോകാനും കഴിയില്ല എന്നോർക്കണം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് UDFന്റെ മുകളിൽ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് കെ.ബി. ഗണേഷ് കുമാർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഊരി രക്ഷപ്പെടാൻ അത്ര എളുപ്പമൊന്നും കഴിയില്ല UDFന് എന്ന്.